1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോ ആ നിയമത്തിന് ശേഷം നമുക്കൊരു ആദ്യകാലത്ത് നിയമം FCRA എന്ന് പറയപ്പെടുന്ന ഈ നിയമം വളരെ സുതാര്യമായ ഒരു നിയമം കൂടിയായിരുന്നു. പിൽക്കാലത്ത് 2010 അതിന് വലിയൊരു അമെന്റ്മെന്റ് വരുത്തുകയുണ്ടായി. 2 UPA സർക്കാരിന്റെ കാലത്ത് വലിയൊരു ഭേദഗതി വന്നു. പക്ഷേ ആ ഭേദഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2026 ഈ മോഡി സർക്കാർ വന്നതിന് മൂന്നാം മോഡി സർക്കാർ വന്നതിന് ശേഷം ആണ് ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പറയുന്ന ഈ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് അത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നത്, ആ വിജ്ഞാപനത്തിൽ ഓർഡിനൻസിൽ 6 മാസം കാലാവധി നമുക്കറിയാം. പക്ഷേ അത് പിന്നീട് 6 മാസത്തിനുള്ളിൽ അത് പുതിയ രൂപത്തിൽ ബില്ലായിട്ട് രാജ്യസഭയിൽ എല്ലാം കൂടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ വിജ്ഞാപനത്തിൽ പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയപ്പെടുന്നത്, ഇനി വിദേശത്തുനിന്ന് ഇതുപോലെ സംഭാവന സ്വീകരിക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, മറ്റു ആരാധനാലയങ്ങൾ എന്തു ആയിക്കോട്ടെ, അവര് ആ മൊത്തം സ്വീകരിച്ച സംഭാവനയുടെ 10 ലക്ഷം രൂപയെങ്കിലും ഓരോ നടപ്പ് സാമ്പത്തിക വർഷത്തിലും ചെലവാക്കിയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന്. മറ്റൊന്ന്, അവർ പ്രവർത്തിക്കുന്ന മേഖലകൾ ഒരു സംസ്ഥാനത്ത് മാത്രമാണോ അതോ ഒന്നിൽ കൂടുതൽ സംസ്ഥാനത്തിൽ ഈ ഫണ്ട് സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾ, അല്ല ജീവകാരുണ്യ സംഘടനകളോ മതസംഘടനകളോ ഏതും ആയിക്കൊള്ളട്ടെ, അവർ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തും അതേപോലെ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അത്തരം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഓരോ സ്ഥലത്തിനും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് ഈ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൊല്ലം അവർ വ്യക്തമാക്കണം എന്നും പ്രത്യേകം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിനകത്ത് പറയുന്നത്, അവർ സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉണ്ടെങ്കിൽ, ഉദാഹരണം വിദേശത്ത് നിന്ന് ധനം സ്വീകരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അക്കൌണ്ടിന്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളും അതിന്റെ വരുന്ന അപ്ഡേഷനും അതാത് സമയത്ത് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഇതില് വലിയൊരു ആശങ്ക ഉണ്ടെന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിജ്ഞാപനത്തിൽ പ്രകാരം ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സംഘടന അവർ വിദേശത്തു നിന്നും വാങ്ങിയിട്ടുള്ള ധനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓഡിറ്റിംഗിന് പരിശോധനയ്ക്ക് വരുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും അപാകതയോ മറ്റോ തോന്നിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് തോന്നിയാൽ ഈ ധനം മൊത്തമായിട്ട് ഫ്രീസ് ചെയ്യാൻ, മരവിപ്പിക്കാനുള്ള അധികാരം കൂടി ഈ ഉദ്യോഗസ്ഥന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ നിയമത്തിന്റെ മറ്റൊരു ന്യൂനതയായിട്ട് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഇതിനകത്ത് നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തില് ഏറെക്കുറെ 16,000 പരം NGOകൾ അടക്കമുള്ള സംഘടനകൾ വിദേശത്ത് നിന്ന് ധനം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ കണക്കുകൾ. ഏറെക്കുറെ ഒരു വർഷം ശരാശരി 22,000 കോടിയിൽ പരം വിദേശ ഫണ്ട് ഇതേപോലെ ഇത്തരം സംഘടനകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. അപ്പോ ഈ സംഘടനകള് ഇത് നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകൾ ധാരാളം ഫണ്ട് വിദേശത്തു നിന്ന് സ്വീകരിക്കാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആരാധനകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ചാരിറ്റിക്ക് വേണ്ടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സന്നദ്ധമായിട്ട് പ്രവർത്തനം നടത്തുന്ന ചില സഭകൾക്കും സംഘടനകൾക്കും ഈ രൂപത്തിൽ വലിയ രൂപത്തിൽ ആശങ്കകളുണ്ട്. കാരണം ഇതിനകത്ത് അവർ പറയുന്നത് ആരാധനാലയങ്ങൾക്ക് സ്വീകരിക്കാം, അതോടൊപ്പം തന്നെ മറ്റു ഭക്തിഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വീകരിക്കാം, വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കാം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും രൂപത്തിൽ മതപരിവർത്തനത്തിനോ മറ്റോ രാജവിരുദ്ധ പ്രവർത്തനത്തിനോ ഒരു കാരണവശാലും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതേപോലെ ഇത് പരിശീലിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു മുൻധാരണയോട് കൂടിയിട്ട് ഒരു സംഘടനയോ ഒരു സ്ഥാപനത്തെയോ നിങ്ങൾ മതപരിവർത്തന ഭാഗമാക്കുന്നെന്നും പറഞ്ഞ് തെറ്റായ വിവരം നൽകിയിട്ട് തൽക്കാലം ഈ ആസ്തികൾ വിദേശത്ത് നിന്ന് വന്ന ഫണ്ട് മരവിപ്പിച്ച് വെക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ രൂപത്തിലേക്കുള്ള ഒരു സാമൂഹ്യമായിട്ട് ഒരു വിപത്തുണ്ടാക്കുമെന്ന് ഈ ന്യൂനപക്ഷ സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബില്ലിന്റെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അത്ര കണ്ട് ശുഭകരമായിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്.